ഹലോ എവരി വൺ, നമുക്കിന്ന് ടാലൻറ്റോ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് പഠിച്ചാലോ. അപ്പോൾ ആദ്യം പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. എന്തെല്ലാം തന്നിട്ടുള്ളത്? അനിമൽസ് ആർ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ദാറ്റ് ഫോം ദ ബയോളജിക്കൽ കിങ്ഡം അനിമേലിയ. എന്തെല്ലാം പറഞ്ഞിട്ടുള്ളത്? അനിമൽസ് എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് കേട്ടിട്ട് പേടിച്ചു പോയോ? മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു വീടുണ്ടാക്കുകയാണ്. വീടുണ്ടാക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വീടുണ്ടാക്കുക? കട്ടകളെ കൊണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇഷ്ടികളെ കൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടുക്കി വെച്ചിട്ട് നമ്മൾ വീടുണ്ടാക്കുക. അതുപോലെ അനിമൽസിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ സെല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സെല്ലല്ല, കുറേ സെല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടാണ് അനിമൽസിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ത് പറയും? മൾട്ടി സെല്ലുലാർ ആണെന്ന് പറയും. പിന്നെ അനിമൽസിൻ്റെ ഗ്രൂപ്പ്, കിങ്ഡം അല്ലെങ്കിൽ ഗ്രൂപ്പിന് പറയുന്ന പേരാണ് അനിമേലിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് അനിമൽസ് നമ്മളും തികച്ചും ഡിഫറെൻ്റ് ആണ്. നമ്മുടെ മനുഷ്യന്മാരും അനിമൽസും ഒരുപോലെയാണോ? അല്ല അല്ലേ. നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി നമുക്ക് എല്ലാം എന്താണ്, നമ്മുടെ ഹാബിറ്റാറ്റും എല്ലാം അനിമൽസിൽ നിന്ന് വ്യത്യാസമാണ്. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാൻ ലിവ് ബോത്ത് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ കഴിയുന്ന അനിമൽ ഏതാണെന്ന ചോദ്യം. അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ യെസ്, എന്താണ്? ഫ്രോഗാണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫിഷിന് വെള്ളത്തിൽ മാത്രമല്ലേ പറ്റുള്ളൂ. അതിന് കരയിലിട്ടാൽ ലാൻഡിൽ എന്ത് ചെയ്യും? അത് ചത്തുപോകും അല്ലേ. നെക്സ്റ്റ് ഡോഗ് ആണെങ്കിൽ അതിന് ലാൻഡിൽ മാത്രമേ പറ്റുള്ളൂ. ബട്ടർഫ്ലൈക്കും ലാൻഡിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? നമ്മുടെ ഫ്രോഗാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? ഹെർബിവോർ, ഗോട്ട്, സ്കാവഞ്ചർ. എന്താണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നോക്കാം. ഹെർബിവോർ എന്താണെന്ന് അറിയണം. ഹെർബിവോർ ഗോട്ടാന്ന് അറിയാം. ഹെർബിവോർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന് മാത്രം കഴിക്കുന്ന ആനിമൽസിന്, അതായത് ആനിമൽസ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ്സ്, അങ്ങനെയുള്ള ആനിമൽസ് നമ്മൾ പറയും ഹെർബിവോർ എന്ന്. അപ്പോൾ സ്കാവഞ്ചർ എന്താ? സ്കാവഞ്ചർ എന്ന് പറഞ്ഞാൽ അവർ ഈ ഡെഡ് ബോഡീസും അങ്ങനെ ചത്തതും ചീഞ്ഞതും അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ പറയും സ്കാവഞ്ചർ എന്ന് പറയും. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ടൈഗർ, പിന്നെ വൾച്ചർ, ഡേർ, മങ്കി. ഇതിൽ ടൈഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർണിവോറാണ്. അത് ബാക്കിയുള്ള ആനിമൽസിനൊക്കെ എന്താണ്, വേട്ടയാടി പിടിച്ചിട്ടാണ് കഴിക്കുക അല്ലേ. അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ മാംസം കഴിക്കുക. ഇനി ഡേർ ആയിക്കോട്ടെ, അതിൻ്റെ ഹെർബിവോറാണ്, ഗോട്ടിനെ പോലെ. മങ്കിയും തന്നെ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? യെസ്, നമ്മുടെ ആൻസർ എന്താണ്? വൾച്ചറാണ്. അപ്പോൾ വൾച്ചറാണ് ഇവിടെ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ അഡാപ്റ്റേഷൻ മെക്കാനിസം ഓഫ് ക്യാമിലിയോൺസ്? എന്താണ്? അപ്പോൾ ക്യാമിലിയോൺസ് എന്താണ് അഡാപ്റ്റേഷൻ മെക്കാനിസം? അതറിയണല്ലേ. അപ്പോൾ അഡാപ്റ്റേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ അനിമൽസിന് ചില ട്രിക്കുകളുണ്ട്. അവർക്ക് ഇരപിടിക്കാനും അല്ലെങ്കിൽ അവർക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ചെറിയ ട്രിക്സ് ഉണ്ട്. അത് നമ്മൾ അഡാപ്റ്റേഷൻ മെത്തേഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ക്യാമിലിയോൺ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ക്യാമിലിയോൺ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓന്ത് അല്ലേ. ഓന്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഓന്തിൻ്റെ നിറം മാറൽ അല്ലേ. അപ്പോൾ യെസ്, അതാണ് അവിടെ ആൻസർ. ഓന്തിൻ്റെ ട്രിക്കാണ് ഓന്തിൻ്റെ നിറം മാറൽ. അപ്പോൾ നിറം മാറാന്ന് എങ്ങനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഹിബർനേഷൻ. എന്താണ് ഹിബർനേഷൻ എന്ന് പറഞ്ഞാൽ? ഹിബർനേഷൻ എന്ന് പറഞ്ഞാൽ ലോങ് സ്ലീപ്പാണ്. ചില ആനിമൽസ് കുറേ കാലം എന്ത് ചെയ്യും? ഉറങ്ങും. അതായത് മാസങ്ങളോട് അവർ ഉറങ്ങും. അവർക്ക് ഫേവറബിളായിട്ട്, അതായത് അവർക്ക് നല്ല തണുപ്പോ അല്ലെങ്കിൽ ചൂടോ ഒക്കെ ആകുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? അവർ പോയി കിടന്നുറങ്ങും. എന്നിട്ട് ആ കാലാവസ്ഥ മാറുമ്പോഴേ അവർ ഉണരുള്ളൂ. അതാണ് ഹിബർനേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വണ്ണാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? കൂട്ടമായിട്ട് അനിമൽസൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അതായത് മൈഗ്രേറ്റ് ചെയ്ത് പോകും. അവർക്ക് അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് ഭയങ്കര ചൂട് വന്ന ഒരു സ്ഥലത്ത്, അപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റണില്ല, അല്ലെങ്കിൽ തണുപ്പ് വന്നു, അപ്പോൾ എന്ത് ചെയ്യും? അവരെല്ലാവരും കൂടി അവർക്ക് പറ്റിയ ഒരു വേറെ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടെ ജീവിക്കും. അതാണ് ദേശാടനം അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറയാം. അപ്പോൾ ഹിബർനേഷനും മൈഗ്രേഷനും അല്ല നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് ഓപ്ഷനാണ് എന്താണ്? നമ്മുടെ ക്യാമുഫ്ലേഗ്. അപ്പോൾ ക്യാമുഫ്ലേഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നിറം മാറലാണ്. യെസ്, അപ്പോൾ ഓന്ത് എന്താണ്? നിറം മാറും. അപ്പോൾ അതിന് ഇരപിടിക്കാനും മറ്റും ഒക്കെ അതിൻ്റെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചിട്ട് അതിന് നിറം മാറാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ക്യാമുഫ്ലേഗ് ആണ്. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഗീവൺ ആനിമൽസ് ഈസ് ആൻ ഓംനിവോർ? അപ്പോൾ എന്താണ് ഓംനിവോർ എന്ന് അറിയണം. ഓംനിവോർ എന്ന് പറഞ്ഞാൽ ദ ആനിമൽസ് ദാറ്റ് ഈറ്റ്സ്
ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് അവർ അനിമൽസിനെയും കഴിക്കും പ്ലാന്റ്സിനെയും കഴിക്കും. അതായത് ഇവിടെ ഏതാണ് റാബിറ്റ് എന്താണ് ഹെർബിവോർ ആണ് അല്ലേ. അത് പ്ലാന്റ്സും ഈ ക്യാരറ്റും അങ്ങനെയൊക്കെയുള്ള മാത്രമല്ല പുല്ലുകളൊക്കെ കഴിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ കവും, നമുക്കറിയാലേ പുല്ലെല്ലാം കഴിക്കും. അതുപോലെ ലയൺ എന്ന് പറഞ്ഞ ഒരു കാർണിവോർ ആണ്. അതെന്താണ് ബാക്കിയുള്ള അനിമൽസിൻ്റെ ഫ്ലഷ് ആണ് കഴിക്കുക അല്ലേ. ഇനി അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, മൗസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആനിമൽസ് ലീവ്സ് ഇൻ ഹൈവ്സ്. അതായത് ഹൈവ്സ് ആയിട്ട് ജീവിക്കുന്ന ആനിമൽ ഇതിൽ ഏതാണ്? ഹൈവ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടിയിട്ട് ഇങ്ങനെ തേനീച്ചക്കൂട് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഹോളായിട്ട്, അത് നമ്മൾ ഹൈവ്സ് എന്ന് പറയാം. അവർ കൂട്ടായിട്ട് ഒന്നിച്ചാണ് ജീവിക്കുക. അല്ലാതെ ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻ എന്താണ്, ബെയറും ഫ്രോഗും ഗോട്ടും, ഇതൊന്നും അല്ല. ആൻസർ എന്താണ്, ഹണിബിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് ഈസ് ആൻ ആർബോറിയൽ അനിമൽ. എന്താണ് ആർബോറിയൽ അനിമൽ എന്ന് അറിയണമല്ലേ. ആർബോറിയൽ അനിമൽ എന്ന് പറഞ്ഞാൽ ആനിമൽസ് മിക്കവാറും ട്രീസിൽ കാണുന്ന ആനിമൽസ്, അവരെന്താണ് ട്രീസിലാണ് ജീവിക്കുക. അവരുടെ എന്താണ്, അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഓപ്ഷൻ കാണുമ്പോഴേ അറിയാം, നമുക്കറിയാം കൗ, ഡോഗ്, ഡോൾഫിൻ, ഇവരൊരിക്കലും മരത്തിൻ്റെ മുകളിൽ കയറി നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആർബോറിയൽ എന്ന് പറഞ്ഞാൽ ട്രീ എന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്, യെസ് മങ്കിയാണ് ഇവിടെ ആൻസർ. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഹെൽപ്സ് ദ ഡക്സ് സ്വിം ഇൻ വാട്ടർ. ഡക്കിന് വാട്ടറിൽ സ്വിം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണത് എന്താണെന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ ദെയർ ഐസ്. അവരുടെ ഐസാണോ, അവരുടെ ഐസ് കൊണ്ടാണോ അവർ വെള്ളത്തിൽ സ്വിം ചെയ്യണത്? ആവാൻ ചാൻസ് ഇല്ല അല്ലേ. നെക്സ്റ്റ് ദെയർ സോഫ്റ്റ് ഫെതേഴ്സ്. അവരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫെതേഴ്സ്, അവരുടെ തൂവൽ കൊണ്ടാണോ അങ്ങനെ ഉണ്ടാകൊണ്ടാണോ അവർക്ക് സ്വിം ചെയ്യാൻ കഴിയണത്? നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഡെർ വെബ്ഡ് ഫീറ്റ്. എന്താണ് അവിടെ ഫീറ്റ്, അവരുടെ കാല് പ്രത്യേകത ഉണ്ട് അല്ലേ. കോഴികളുടെ കാലും അതുപോലെ താറാവുകളുടെ കാലും വ്യത്യാസമുണ്ട് അല്ലേ. താറാവിൻ്റെ കാല് എങ്ങനെ ആയിരിക്കും, ഡക്കിൻ്റെ ഈ ഫീറ്റിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പാട പോലെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പറയും എന്താണ്, വെബ്ഡ് ഫീറ്റ്. യെസ്, അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് സ്വിം ചെയ്യാൻ കഴിയുന്നത്, ഈ വെബ്ഡ് ഫീറ്റ് ഉണ്ടായതുകൊണ്ടാണ്, അല്ലാതെ ദർ വിങ്സ് ഒന്നും അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, സി ആണ്. നെക്സ്റ്റ്, ഡേഷ് ഈസ് ആൻ എക്സാമ്പിൾസ് ഓഫ് പാരസൈറ്റ്. ഇവിടെ പാരസൈറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പാരസൈറ്റ് എന്താണെന്ന് അറിയണം അല്ലേ. പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ചില ആനിമൽസ് വേറെ ആനിമൽസിൻ്റെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയൊക്കെ ബോഡിയിൽ നിന്ന് ഫുഡിനോ അല്ലെങ്കിൽ ഷെൽട്ടറിനോ ഒക്കെ വേറെ അനിമൽസിനെ അവരെന്ത് ചെയ്യും, അവർ ആശ്രയിക്കും. അങ്ങനെയുള്ള, അതായത് ഒരു പണിയെടുക്കാതെ അവർ ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തലയിൽ പെയിനുകൾ, അപ്പോൾ അവർ നമ്മുടെ ബോഡിയിൽ നിന്നാണ് അവരുടെ ഫുഡ് അല്ലേ. അതേപോലെ ഉള്ള അനിമൽസിനാണ് നമ്മൾ പാരസൈറ്റ് പറയാം. അതായത് ബാക്കിയുള്ള അനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സിനെ എന്ത് ചെയ്യും, അവരെ ആശ്രയിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലീച്ച്, ബട്ടർഫ്ലൈ, ഹണി ബി, കോക്രോച്ച്. അപ്പോൾ ലീച്ച് എന്ന് പറഞ്ഞാൽ മീനിങ് അട്ടയാണ്, അട്ട. അപ്പോൾ ഈ അട്ട കാടുകളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ നിന്ന് ബ്ലഡൊക്കെ കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഇവിടെ ലീച്ചാണ്. ബട്ടർഫ്ലൈയും ഹണി ബിയും കോക്രോച്ചൊക്കെ പാരസൈറ്റ് അല്ല, അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമായിരുന്നു. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫ്ലൈറ്റ്ലെസ് ബേർഡ്. ഫ്ലൈ ചെയ്യാൻ കഴിയാത്ത ബേർഡ് ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം പാരറ്റും ഈഗിളും ക്രോ ഒക്കെ ഫ്ലൈ ചെയ്യും. ഇവിടെ ഓസ്ട്രിച്ച് ആണ്, ഒട്ടകപക്ഷി. അതിൻ്റെ ഭയങ്കര സൈസാണ് അല്ലേ, നല്ല ബിഗാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഫ്ലൈ ചെയ്യാൻ കഴിയാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബേർഡ് ഈസ് ഫൗണ്ട് ഇൻ പോളാർ റീജിയൻ. അപ്പോൾ എന്താണ് പോളാർ റീജിയൻ എന്ന് അറിയണം. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ രണ്ട് സൈഡ്, നോർത്തും സൗത്തായിട്ട് രണ്ട് സൈഡാണ്. അതായത് നടുക്ക് ഭാഗമല്ല, മിഡിലല്ല, രണ്ട് സൈഡിലും അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ അവിടെയുള്ള കാണുന്ന ബേർഡ് ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പീക്കോക്കും പീജിയനൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന ബേർഡ്സ് ആണ് അല്ലേ, പ്രാവും മയിലൊക്കെ. ഇനി പെൻഗ്വിനും പോളാർ ബിയറും രണ്ട് പോളാർ റീജിയനിൽ കാണുന്നതാണ്. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. എന്താണ്, ഫോളോവിങ് ബേർഡാണ്. ഏത് ബേർഡാണ് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ എന്താണ്, പെൻഗ്വിൻ ആണ്. പോളാർ ബിയർ എന്താണ്, ഒരു ബേർഡല്ല. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് അനിമൽ ഹാവ് ലോങ് സ്റ്റിക്കി ടങ്. നല്ല ലോങ് ആയിട്ടുള്ള, സ്റ്റിക്കി പറഞ്ഞ പശ പോലെ ഒട്ടിപ്പിടിക്കണ നാവുള്ള അനിമൽ ഏതാണ് എന്ന്. അപ്പോൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണണ്ടായിരിക്കും അല്ലേ, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ്, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്യാമലിയോൺ, ടൈഗർ, സ്നേക്ക്, ലെപ്പേർഡ്. അപ്പോൾ ഇവിടെ ക്യാമലിയോൺ എന്ന് പറഞ്ഞാൽ ഓന്തിന് എന്ത് കഴിവുണ്ട്, ഓന്തിൻ്റെ ടങ്, അതായത് നാവ് ഇങ്ങനെ മിണ്ടാണ്ട് അനങ്ങാതെ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിരിക്കും. വല്ല പ്രാണികളോ മറ്റോ അറിയാതെ വന്നങ്ങനെ അതിൽ ടച്ച് ചെയ്താൽ എന്ത് ചെയ്യും, അത് സ്റ്റിക്കായി പോകും. പിന്നെ അവന് പറന്നു പോകാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഫുഡായിട്ട് കഴിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ
ഐഡൻറ്റിഫൈ ദ അക്വാറ്റിക് അനിമൽ ഹൂസ് പിക്ചർ ഈസ് ഗിവൺ ബിലോ. ഇവിടെ താഴെ തന്നിരിക്കുന്നത് എന്താണ്, അത് നിങ്ങൾ പിക്ചർ നോക്കി പഠിക്കണം. ഇത് സീൽ എന്നുള്ള ഒരു അനിമലിൻ്റെതാണ്. അപ്പോൾ ഗൂഗിളിൽ സീലൊക്കെ അടിച്ചു കൊടുത്താൽ നോക്കിയാൽ മനസ്സിലാവും. അതായത് ടേർട്ടിൽ, സലമാൻഡർ, ക്യാമലിയോൺ എന്നല്ല, ഇവിടെ സീലിൻ്റെ ഒരു ഫോട്ടോ ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആനിമൽ ഹാസ് എ തിക്ക് കോട്ട് ഓഫ് ഫർ ആൻഡ് എ ലെയർ ഓഫ് ഫാറ്റ് അണ്ടർ ഇറ്റ്സ് സ്കിൻ ടു പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം കോൾഡ്. അപ്പോൾ ഇവിടെ തന്ന ഏത് അനിമലിനാണ് തിക്കായിട്ടുള്ള, അതിന് നല്ല രോമം, അതിന് ഭയങ്കര നല്ല രോമം ഉണ്ടാവണം, അതുപോലെ അതിൻ്റെ സ്കിന്നിൻ്റെ അടിയിൽ എന്തെങ്കിലും ഫാറ്റ്, കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞ് ഉള്ളത് ഏതാണെന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ക്യാമൽ, ജിറാഫ്, പോളാർ ബിയർ, ലയൺ. നമുക്കറിയാം പോളാർ ബിയർ എന്താണ്, പോളാർ റീജിയൻ നല്ല തണുപ്പ് സ്ഥലത്താണ്, ഒരു തടിയൻ കൊള്ളപ്പനാണ് അല്ലേ. നമ്മൾ തണുപ്പ് ഇങ്ങനെ ചെറുക്കാൻ വേണ്ടിയിട്ട്, തണുപ്പ് ഏശാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഇങ്ങനെയുള്ളതൊക്കെ ഉള്ളത്, ഇങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ആൻസർ പോളാർ ബിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് അനിമൽ ഹാസ് നോ ലെഗ്സ്. ലെഗ് ഇല്ലാത്തത് ആരാണ്? ഇവിടെ സ്പൈഡറിന് 8 എണ്ണം ഉണ്ട് അല്ലേ, ഹോഴ്സിനും ഉണ്ട്, ക്രൊക്കഡൈലിനും ഉണ്ട്. ഇവിടെ ലെഗ് ഇല്ലാത്ത അനിമൽ പറഞ്ഞാൽ നമ്മുടെ സ്നേക്കാണ് കേട്ടോ, സ്നേക്കാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഗിവൺ അനിമൽ ഹാവ് സ്പൈൻസ് ഓൺ ദെയർ ബോഡീസ് ടു പ്രൊട്ടക്ട് ദംസെൽഫ്. അപ്പോൾ എന്താ സ്പൈൻസ് എന്ന് അറിയണം. സ്പൈൻസ് എന്ന് പറഞ്ഞാൽ മുള്ളുകൾ, അവരുടെ ബോഡീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുള്ളുകൾ, ബോഡിയിൽ മുള്ളുള്ള, ശരീരത്തിന് മുള്ളുള്ള അനിമൽ ഏതാണ്? നമുക്കറിയാമല്ലേ, മുള്ളൻ പന്നിയാണ് അല്ലേ. അപ്പോൾ മുള്ളൻ പന്നിക്ക് ഇങ്ങനെ പറയാം ഇംഗ്ലീഷിൽ, ഡോൾഫിനും അല്ല, സ്നേക്സും അല്ല, എലിഫൻസും അല്ല. അവിടെ എന്താണ്? പോർക്കി പൈൻസ് ആണ്. അവിടെ പൈൻസ് നമ്മുടെ നെയ്തിലും ഉണ്ട്, അതുപോലെ സ്പൈൻസ്, മുള്ളുകൾ. അപ്പോൾ പൈൻസ് എന്ന് ആലോചിക്കുക, പോർക്കി പൈൻസ് ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് നമുക്ക് ട്രൂ ഓർ ഫാൾസ് നോക്കാം. ബ്ലൂ വെയിൽ ഈസ് ആൻ അക്വാട്ടിക് അനിമൽ. ബ്ലൂ വെയിൽ ഒരു അക്വാട്ടിക് അനിമൽ. അക്വാട്ടിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്നത്. ബ്ലൂ വെയിൽ പറഞ്ഞാൽ നീലത്തിമിംഗലം. യെസ്, നമുക്കറിയാലേ ബ്ലൂ വെയിൽ വെള്ളത്തിൽ കാണുന്നതാണ്, അക്വാട്ടിക് ആണ്. നെക്സ്റ്റ്, സ്നേക്സ് ഹാവ് ഡ്രൈ ആൻഡ് സ്കെയിലി സ്കിൻ വിച്ച് ഹെൽപ്പ് ദം ടു ക്രോൾ. സ്നേക്കിൻ്റെ ഡ്രൈ ആയിട്ടുള്ള സ്കെയിൽ ഇങ്ങനെ ചെതുമ്പിലുള്ള പോലത്തെ അതിൻ്റെ ബോഡിയാണ്, അതാണ് അതിനെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്, അതിന് ക്രൗൾ പറഞ്ഞാൽ ഇഴയാൻ സഹായിക്കുന്നത്. അപ്പോൾ ട്രൂ ആണ്. ദ അനിമൽസ് ഹം, ദ ക്യാമൽസ് ഹം ഈസ് ഫുൾ ഓഫ് വാട്ടർ. അപ്പോൾ അത് ഫാൾസ് ആണ്, ഫുള്ള് വാട്ടറൊന്നും അല്ല, അപ്പോൾ അവിടെ അത് ഫാൾസ് ആണ്. നെക്സ്റ്റ്, ഏരിയൽ അനിമൽസ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദർ ടൈം ഓൺ എയർ. ഏരിയൽ അനിമൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ ചെയ്യാൻ കഴിയുന്ന അനിമൽസിനാണ് ഏരിയൽ അനിമൽസ് എന്ന് പറയാം. അപ്പോൾ അവർ മോസ്റ്റ് ഓഫ് ദ ടൈം എന്തായിരിക്കും, ഫ്ലൈ ചെയ്യാൻ അവർ എയർലൈനെ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ട്രൂ ആണ്. ഓൾ ദ അക്വാറ്റിക് അനിമൽസ് ആർ ഫിഷേഴ്സ്. അക്വാറ്റിക് അനിമൽസ് എല്ലാം ഫിഷൊന്നും അല്ല, അല്ലാത്തയും അനിമൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ടേർട്ടിൽ അങ്ങനെയുള്ള അനിമൽസൊക്കെ, ക്രൊക്കഡൈൽ, അതൊക്കെ. ഇനി വൗ ഫാക്ട്സ് നോക്കാം. ഈ സ്നേൽ ക്യാൻ സ്ലീപ്പ് ഫോർ 3 years. അതൊരു വൗ ഫാക്ട് തന്നെയാണ് അല്ലേ. ഒരു സ്നേക്കിന് 3 years മിണ്ടാണ്ട് കിടന്നുറങ്ങാൻ പറ്റുന്നതാണ് പറയണത്. ആൻഡ് ഓസ്ട്രിച്ച് ഐസ് ഈസ് ബിഗർ ദാൻ ഇറ്റ്സ് ബ്രെയിൻ. ഓസ്ട്രിച്ചിൻ്റെ ഐ എന്ന് പറഞ്ഞാൽ ബിഗർ ദാൻ ബ്രെയിനേക്കാൾ വലിയ ഐ ആണ് അതിനുള്ളത്. ദ ഹേർഡ് ഓഫ് എ ഷ്രിംപ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഇറ്റ്സ് ഹെഡ്. അപ്പോൾ ഒരു എന്താണ് ഷ്രിംപ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിമ്മീൻ, അതിൻ്റെ ഹേർട്ട് എന്ന് പറഞ്ഞാൽ എവിടെയുള്ളത്, അതിൻ്റെ തലയിലാണ് ഉള്ളതെന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ ഒരു വോ ഫാക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. നിങ്ങൾ ടെക്സ്റ്റിലെ ഓപ്ഷൻസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാതെ പഠിക്കുക. അപ്പോൾ എന്താണ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.